നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളെ സഹോദരങ്ങളെ പോലെ നെഞ്ചോട് ചേർക്കുന്നു എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികളുടെ നെഞ്ചത്ത് തന്നെ കുത്തി. നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ അതിഥി തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ്. അതിഥി തൊഴിലാളികൾക്കായി സുപ്രീം കോടതി നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് നൽകാനാവില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവിറക്കിയത്. പ്രവാസികളെ അതിഥി തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതിയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഈ നിർദ്ദേശത്തിന് മറുപടിയായാണ് സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾക്കെല്ലാം സൗജന്യ യാത്രയും ക്വാറന്റൈൻ സൗകര്യവും ഉറപ്പാക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ ആനുകൂല്യം നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് കൂടി ലഭ്യമാക്കിക്കൂടെ എന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത്. എന്നാൽ അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് ബാധകമല്ല എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിഥി തൊഴിലാളിക്ക് കൊടുക്കേണ്ട പരിഗണന പോലും പ്രവാസിക്ക് കൊടുക്കേണ്ടെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞത് പ്രവാസികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി MP ആരോപിച്ചുകൊണ്ട് രംഗത്തേക്കുമെത്തി. പ്രവാസികൾക്ക് പരിഗണന നേരത്തെ തന്നെ ഇല്ല, ഇപ്പോൾ അവഹേളനം കൂടിയായി. ഇതര സംസ്ഥാനത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും നമ്മുടെ പ്രവാസി മലയാളികൾക്ക് കൊടുക്കുന്നില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പ്രവാസികളെ രാജ്യദ്രോഹികളെ പോലെ കാണുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് M.K. മുനീർ പറയുകയുണ്ടായി. അതിഥി തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് ലഭിക്കില്ലെന്ന തരത്തിൽ ഉത്തരവിറക്കാനുള്ള ആത്മധൈര്യം അവിശ്വസനീയമാണ്. അതിഥി തൊഴിലാളികളും പ്രവാസികളും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും പ്രവാസികൾക്ക് കൊടുക്കേണ്ടതില്ലെന്ന ഉത്തരവ് അവിശ്വസനീയമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.